സാലോ മഹാരാജാവിനെ ഞാൻ ഭർത്താവായി സ്വീകരിച്ചതാണ്. ഭീഷ്മ അംബയുടെ വാക്കുകൾ കേട്ട ഭാവം നടിച്ചില്ല. തന്റെ രാജ്യത്തിനെ അപമാനിച്ചതിന്റെ ആഘാതം അയാളുടെ കണ്ണിൽ തീ പോലെ കത്തുന്നുണ്ടായിരുന്നു. ഹസ്തിനപുരത്തെത്തിയ ശേഷം വിചിത്രവീര്യന് ആ 3 സമ്മാനം ഭീഷ്മ നൽകി. വിചിത്രവീര്യൻ അവരെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു, ഒരാളെ ഒഴിച്ച്. അംബ. എന്തോ ചില കാരണങ്ങളാൽ അംബയെ വിചിത്രവീര്യൻ ഇഷ്ടപ്പെട്ടില്ല. ഭീഷ്മ ഒരു തവണ അയാളോട് പറഞ്ഞു നോക്കിയെങ്കിലും കാര്യമുണ്ടായില്ല. അയാളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. ഭീഷ്മ ആകെ ഒരു ആശയക്കുഴപ്പത്തിലായി. അംബയെ എന്ത് ചെയ്യുമെന്ന ചോദ്യം അയാളെ ചിന്തിപ്പിച്ചു. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം അംബയോട് അയാളത് പറഞ്ഞു. അംബയ്ക്ക് സാലോ മഹാരാജാന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? അവിടേക്ക് ഞാൻ കൊണ്ടുവിടാം. അത്രയും നേരം ദുഃഖത്തിൽ മുങ്ങിയിരുന്ന അംബ ഒന്ന് ചിരിച്ചു. അംബയുടെ മനസ്സിൽ സന്തോഷം ആഞ്ഞടിച്ചു. അംബയുടെ സന്തോഷം അവളുടെ സഹോദരിമാരിലും സന്തോഷമുണ്ടാക്കി.